ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. 1-ാം തീയതിയാണ് നമ്മുടെ ഫിസിക്സിൻ്റെ ബോർഡ് എക്സാം വരുന്നത്. നിങ്ങളേവരും കാത്തിരിക്കുന്ന പബ്ലിക് എക്സാം ഇനി ആകെ വളരെ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം നിങ്ങളെ കാത്തിരിപ്പാണ്. ആ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന ഓരോ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട 2 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളൊരു തോട്ടാണ്, സാർ ഇനി കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, എക്സാം 1-ാം തീയതി അല്ലേ, ഇന്നിപ്പോൾ 23-ാം തീയതി ആയിട്ടേ ഉള്ളൂ, നമ്മുടെ മുന്നിൽ വളരെയധികം ദിവസങ്ങളുണ്ട്. സോ പതിയെ ഇരുന്ന് പഠിച്ചാൽ മതി, അധികം ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് സ്മൂത്തായി തന്നെ ഹാൻഡിൽ ചെയ്ത് പഠിക്കാം എന്നൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും നിങ്ങളിൽ പലരും ഉണ്ടാവുക. അല്ലെങ്കിൽ എക്സാമിന് തലേന്നാൾ സൈലത്തിൻ്റെ മാരത്തോൺ ലൈവും സൂപ്പർ 60 ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ട് പഠിച്ചാൽ മതി. അത്ര നാൾ ഞാൻ വളരെ കൂളായിട്ട് കാമായിട്ട് ആ ഇൻസ്റ്റയിലൊക്കെ നോക്കിയിട്ട് ആ രീതിയിൽ വളരെ ലേസി ആയിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇനി ദിവസമുണ്ട് എന്ന മെൻറ്റാലിറ്റിയിലിരിക്കുന്ന നിരവധി മക്കളുണ്ട്. ആ മക്കളോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. മക്കളെ, നമ്മുടെ മുന്നിലുള്ളത് 14 വിലപ്പെട്ട ചാപ്റ്റേഴ്സാണ്. മോഡൽ എക്സാം നിങ്ങൾ പലരും, അല്ലെങ്കിൽ മോഡൽ എക്സാം നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്താണ്. അതിൽ നിങ്ങൾ പലർക്കും സംഭവിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ചോദ്യങ്ങൾ അതിനകത്ത് കണ്ടില്ല. അല്ലെങ്കിൽ അവിടെ വന്ന 1-2 ചോദ്യങ്ങൾ, ചില ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും 1-2 ഡെറിവേഷൻസ് ആണെങ്കിലും നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പോയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ആ ഒരു രീതിയിൽ സ്ഥിരം പാറ്റേണിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടിലോട്ടായിരിക്കും മക്കളെ നിങ്ങളെ കൊണ്ടെത്തിക്കുക. അതായത് എക്സാമിന് തലേനാൾ ഞാനിരുന്ന് പഠിക്കാം, സൂപ്പർ 60 കണ്ടിരുന്നു പഠിക്കാം എന്ന് പറഞ്ഞാൽ അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ചോദ്യങ്ങൾ സൈലം പറഞ്ഞു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉത്തരം സൈലം പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല. സോ അതിനാൽ തന്നെ ഒരിക്കലും സമയത്തെ പഠിച്ചിട്ട് കാര്യമില്ല മക്കളെ. നമുക്ക് പഠിക്കാനുള്ള ഇനഫ് ടൈം ഓറിയൻറ്റഡ് ആയ ടൈം ടേബിളാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സമയം എങ്ങനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലിരിക്കുന്നു നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇത്ര സമയം ഓരോ ദിവസവും പഠിച്ചു എന്നതിനപ്പുറം ഞാൻ ആ സമയത്ത് എന്തു പഠിച്ചു എന്നതിന് പ്രാധാന്യം കൊടുക്കേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് എന്തെങ്കിലുമൊക്കെ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് 10 മണിക്കൂർ പഠിച്ചു, 12 മണിക്കൂർ പഠിച്ചു, അല്ലെങ്കിൽ 10 മണിക്കൂർ പഠിച്ചാൽ മികച്ച മാർക്കിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്ന് പലരും നിങ്ങളോട് പറഞ്ഞു കാണും. അതിലല്ല മക്കളെ കാര്യം. നിങ്ങൾ 1 മണിക്കൂറാണ് പഠിക്കുന്നെങ്കിൽ പോലും ആ 1 മണിക്കൂറിൽ നിങ്ങൾ എന്തു പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നിലിരിക്കുന്നു നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത്. സോ ടൈം ടേബിളിനെ പഴിക്കേണ്ട ആവശ്യമില്ല, സമയത്തെ പഴിക്കേണ്ട ആവശ്യമില്ല. അത് എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം ഇരിപ്പുള്ളത്, എന്നതിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മാർക്ക് ഇരിപ്പുള്ളത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി 2-ാമത്തെ ഫാക്ടറിലോട്ട് കിടക്കാം. 2-ാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ സമയത്തെ കൂടി കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഫാക്ടറാണ് സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ഇത്രത്തോളം സമയം പഠിക്കാൻ സമയവും സാവകാശവും നൽകിയതിനാൽ തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ചോദ്യപേപ്പർ ഒരു പൊടിക്ക് കടുകട്ടിയാവാനുള്ള സാധ്യത, പ്രോബബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും. സോ നിങ്ങൾ ഒരിക്കലും ഒരു ഈസി ആയ ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിച്ച് ഹാളിലോട്ട് കയറാൻ പാടില്ല, എക്സാം ഹാളിലോട്ട് കയറരുത്. മറിച്ച് എനിക്ക് +2 ഫിസിക്സിൻ്റെ ചോദ്യപേപ്പർ ഡിഫിക്കൽട്ട് ആയിരിക്കും, ആ ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻ പേപ്പർ ക്രാക്ക് ചെയ്യാൻ ഞാൻ എങ്ങനെയാണോ പഠിക്കേണ്ടത് ആ രീതിയിൽ ഞാൻ ഇന്നു മുതൽ പഠിച്ചു തുടങ്ങും എന്ന മെൻറ്റാലിറ്റിയോടുകൂടി തന്നെ നിങ്ങൾ ഇരിക്കുക. അല്ലാതെ ഈ പറയുന്ന പാസ്റ്റ് 4 ഇയേഴ്സ് അല്ലെങ്കിൽ 5 ഇയേഴ്സിൽ ചോദിച്ച ചോദ്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ അതിലൂന്നി മാത്രം നിങ്ങളുടെ പഠനം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ബുദ്ധിമുട്ടായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാനോ അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനോ സാധിക്കില്ല. പല കുട്ടികളുടെയും പ്രശ്നം എന്ന് പറഞ്ഞു വെച്ചാൽ ചോദ്യപേപ്പർ തുറന്ന് നോക്കുന്ന സമയത്ത് അതിനകത്തുള്ള 25 ചോദ്യങ്ങളോ 20 ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലുള്ള ഏതെങ്കിലും ഒരു 2-3 ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും മുഴുവൻ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിലുള്ള എല്ലാ ചോദ്യങ്ങളും, അറിയുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കാത്തവരായിരിക്കും നിങ്ങളെല്ലാവരും. സോ ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് മാറണമെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കേണ്ട കാര്യമാണ്. അതിനപ്പുറം അതിലുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ എനിക്ക് ക്യാപ്പബിൾ ആവണം എന്ന രീതിയിൽ വേണം നിങ്ങൾ ആലോചിക്കാൻ. അതായത് ഇനിയിപ്പോൾ ചോദ്യപേപ്പർ എത്രത്തോളം കടുകട്ടിയാണെങ്കിലും എത്രത്തോളം എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിലും ആ ചോദ്യങ്ങളെ നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾക്ക് സാധ്യമായിരിക്കാം. അതിന് ഈ വരുന്ന ദിവസങ്ങൾ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുക. ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ലഭിക്കും, ഫിസിക്സ് +2 എക്സാം ബുദ്ധിമുട്ടായിരിക്കും എന്ന മെൻറ്റാലിറ്റിയിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. അതിന് സാറേ മോഡൽ എക്സാം ഞങ്ങൾ അത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നില്ല, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യണം, സൈലം ഞങ്ങളുടെ കൂടെ നിൽക്കുമോ? തീർച്ചയായും സൈലം മക്കളെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇന്ന് രാത്രി കൃത്യം 7:30 ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തു പഠിക്കണമെന്നും എങ്ങനെ എഫക്റ്റീവായി എക്സാമിനിടയിലുള്ള ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യണമെന്നും വൃത്തിയായി നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ബെസ്റ്റ് അവർ സ്റ്റഡി പ്ലാനുമായി കംപ്ലീറ്റ് സൈലം ടീം വരുന്നുണ്ട് മക്കളെ. ഇന്ന് രാത്രി കൃത്യം 7:30 സമയം മറക്കരുത്. നിങ്ങളെല്ലാവരും വേണം, നിങ്ങൾ മാത്രം വന്നാൽ പോരാ, എല്ലാ കൂട്ടുകാരെയും കേരളത്തിൽ +2 പഠിക്കുന്ന മുഴുവൻ മക്കളെയും കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ് മക്കളെ. നിങ്ങളെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പോൾ കാണാം.